ഓക്കെ, അടുത്തത് നമ്മൾ ഹൈപ്പർബോളത്തെ പ്രോബ്ലം ഒരെണ്ണം ഡിസ്കസ് ചെയ്യാം. ഹൈപ്പർബോള തന്നിട്ടുണ്ട് ഇക്വേഷൻ, സെൻറ്റർ, എക്സെൻട്രിസിറ്റി, ഫോക്കസ്, ഡയറക്ട്രിസിസ്, ഇത്രയും കാര്യങ്ങൾ ഇവാലുവേറ്റ് ചെയ്യണം. നമ്മൾ എലിപ്സിൻ്റെ ഒരു പ്രോബ്ലം നമ്മൾ വീഡിയോ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. സെയിം പ്രൊസീജിയറാണ് ഇവിടെയും നമ്മൾ ഫോളോ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, സോ ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യണം? സ്റ്റാൻഡേർഡ് ഫോമിലേക്ക് കൊണ്ടുവരണം. അതിനായിട്ട് എന്ത് ചെയ്യുക? കംപ്ലീറ്റിംഗ് ദ സ്ക്വയർ യൂസ് ചെയ്തുകൊണ്ട് ഇത് എക്സിൻ്റെ ടേംസ് എല്ലാം അടുപ്പിച്ച് എഴുതുക. സോ ദിസ് ഈസ് 16x സ്ക്വയർ പ്ലസ് 32x മൈനസ് 9y സ്ക്വയർ പ്ലസ് 36y കോൺസ്റ്റന്റ് ടേം minus 164 is equal to 0. Take 16 outside. From the first two terms we will get x square plus 2x. Second term in the minus 9. Next two terms in the minus 9 outside edukumbol y square minus 4y minus 164 is equal to 0. Okay, this is 16 into x square plus 2x plus 1 minus 1 minus 9 into y square minus 4y plus 4 minus 4 minus 164 is equal to 0. Okay, this is 16 into these three terms is x plus 1 all square minus 1 minus 9 into these three terms is y minus 2 all square minus 4 minus 164 is equal to 0. Okay, so bracket open ചെയ്യുമ്പം this is 16 into x plus 1 all square minus 16 minus 9 into y minus 2 all square plus 36 minus 164 is equal to 0. Okay, that implies 16 into x plus 1 all square minus 9 into y minus 2 square is equal to 164 plus 16 minus 36. Okay, this is 20. Okay, actually this is 144. Okay, then our equation will become 16 into x plus 1 all square minus 9 into y minus 2 square is equal to 144. നമുക്കറിയാം ഹൈപ്പർബോളയുടെ റൈറ്റ് സൈഡ് എപ്പോഴും 1 ആണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു? 1 ആക്കാൻ വേണ്ടി ഇക്വേഷനെ ത്രൂ ഔട്ട് 144 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. സോ ദിസ് ഈസ് 16 ഇൻറ്റു എക്സ് പ്ലസ് 1 ഹോൾ സ്ക്വയർ ഡിവൈഡഡ് ബൈ 144 minus 9 into y minus 2 whole square divided by 144 is equal to 1. Okay, now 16 by 144 എത്ര വരും വാല്യൂ? 16 by 144 is this is 8, this is 72. Okay, 1 by 9. This is x plus 1 all square by 9 minus 144. 9 by 144 നമുക്കറിയാം. അപ്പോൾ 1 by 16 വരും is equal to 1. ഓക്കെ, ഇത് എന്ത് ഫോമിലേക്ക് വന്നു? ഇത് ഹൈപ്പർബോളയുടെ ഫോമിലേക്ക് വന്നു. ഇതൊരു ഷിഫ്റ്റഡ് സെൻറ്റർ ഉള്ള ഹൈപ്പർബോളയാണ്. ഇതിൻ്റെ സെൻറ്റർ എന്ന് പറയുന്നത് എന്താണ്? സെൻറ്റർ HK. ഇവിടെ എത്രയാണത്? സെൻറ്റർ ഈസ് -1, 2. ഓക്കെ, കാരണം നമുക്കറിയാം എക്സ് സ്ക്വയർ ബൈ എ സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ ബൈ ബി സ്ക്വയർ ആണെങ്കിലാണ് സെൻറ്റർ 0, 0 വരുന്നത്. ഇവിടെ ഷിഫ്റ്റിംഗ് നടന്നിട്ടുണ്ട്. നമ്മൾ എലിപ്സിൻ്റെ കേസിൽ പറഞ്ഞ പോലെ തന്നെ ഇത് -1, 2 ആണ് സെൻറ്റർ. ഓക്കെ, ഇത് ട്രാൻസ്വേഴ്സ് ഹൈപ്പർബോളയാണ്. കാരണം എക്സ് സ്ക്വയറിൻ്റെ ടേം ആണ് പോസിറ്റീവ്. സോ ദിസ് ഈസ് എ ട്രാൻസ്വേഴ്സ് ഹൈപ്പർബോള. ഓക്കെ, അടുത്തത് അപ്പോൾ സെൻറ്റർ കിട്ടി. നെക്സ്റ്റ് വി ഹാവ് ടു ഇവാലുവേറ്റ് എക്സെൻട്രിസിറ്റി. Eccentricity formula is equal to
എക്സെൻട്രിസിറ്റി ഇ എന്താണ്? ഇത് ട്രാൻസ്വേഴ്സ് ഹൈപ്പർബോള ആയതുകൊണ്ട് നമ്മൾ ഏതുമായിട്ടാണ് കമ്പയർ ചെയ്യുന്നത്? ഹൊറിസോണ്ടൽ എലിപ്സ്. അപ്പോൾ ബി സ്ക്വയർ ഈസ് ഈക്വൽ ടു എ സ്ക്വയർ ഇൻറ്റു അവിടെ 1 - ഇ സ്ക്വയർ ആയിരുന്നു എലിപ്സിൻ്റെ കേസിൽ. ഹൈപ്പർബോളയുടെ കേസിൽ ഇ സ്ക്വയർ -1. ഇവിടെ ബി എന്താണ്? ബി സ്ക്വയർ 16 ഈസ് ഈക്വൽ ടു എ സ്ക്വയർ 9 e square -1. That is 16 by 9 is equal to e square -1 implies 16 by 9 plus 1 is equal to e square. That implies 25 by 9 is equal to e square. Taking square root on both sides, we will get the eccentricity is equal to 5 by 3. Eccentricity value kitti 5 by 3. സെൻറ്റർ കിട്ടി, എക്സെൻട്രിസിറ്റി കിട്ടി. നെക്സ്റ്റ് ഫോക്കസ് ആൻഡ് ദെൻ ഡയറക്ട്രിസിസ്. ഫോക്കസ് എന്തായിരുന്നു ഫോർമുല? ഇത് ട്രാൻസ്വേഴ്സ് ഹൈപ്പർബോള ആയതുകൊണ്ട് ഫോക്കസിൻ്റെ ഫോർമുല ± AE0. ഓക്കെ, that is plus AE0 and minus AE0. ഇനി നമ്മൾ എലിപ്സിൻ്റെ പ്രോബ്ലത്തിൽ ചെയ്ത പോലെ തന്നെ ഇത് ഷിഫ്റ്റഡ് സെൻറ്റർ ആയിട്ടുള്ള ഹൈപ്പർബോള ആയതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്മളൊരു അഡ്ജസ്റ്റ്മെൻറ്റ് നടത്തിയിട്ട് വേണം ഫോക്കസും ഡയറക്ട്രിക്സും ഒക്കെ കണ്ടുപിടിക്കാനായിട്ട്. അപ്പം നമ്മുടെ ഹൈപ്പർബോളേനെ ഒന്ന് എടുത്തെഴുതുന്നു. x+1² 9 minus y-2² 16 is equal to 1. അപ്പോൾ അതിനെ എങ്ങനെ എടുത്തെഴുതുന്നു? X² 9 മൈനസ് Y² 16 is equal to 1. എന്ത് അഡ്ജസ്റ്റ്മെൻ്റ് ആണ് നടത്തിയത് നമ്മൾ? We take X is equal to x+1 and Y is equal to y-2. എലിപ്സിൻ്റെ പ്രോബ്ലം ചെയ്ത പോലെ തന്നെ. ഇനി അപ്പോൾ നമ്മൾ ആദ്യമേ എന്താണ് ചെയ്യുന്നത്? ഈ ഹൈപ്പർബോളയ്ക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഫോക്കസ് കണ്ടുപിടിക്കുന്നു. അപ്പോൾ ഫസ്റ്റ് ഫോക്കസ് AE0, ദാറ്റ് ഈസ് എയുടെ വാല്യൂ എത്രയാണ്? 3, ഇയുടെ വാല്യൂ 5/3, 0, ദാറ്റ് ഈസ് 5, 0. ഫസ്റ്റ് ഫോക്കസ്. ഇപ്പം എന്താണ് കിട്ടിയത്? X 5, Y 0. ക്യാപിറ്റൽ എക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? x+1 is equal to 5. That implies x is equal to 4. Capital Y is equal to 0 implies y-2 is equal to 0 implies y is equal to 2. അപ്പോൾ നമ്മുടെ ബേസിക് ഹൈപ്പർബോളയുടെ ആദ്യത്തെ ഫോക്കസ് എന്ന് പറഞ്ഞാൽ ഏതാണ്? 4, 2. അത് നോട്ട് ചെയ്യുക. ഓക്കെ, 4, 2. ഇനി നമ്മുടെ ന്യൂലി ഇൻട്രൊഡ്യൂസ്ഡ് ഹൈപ്പർബോളയുടെ സെക്കൻഡ് ഫോക്കസ് ഞാൻ ഇവിടെ എഴുതുവാണ്. F2 -AE0, ദാറ്റ് ഈസ് -3 × 5/3 0, ദാറ്റ് ഈസ് -5, 0. അതെന്താണ് ഇംപ്ലൈ ചെയ്യുന്നത്? ദാറ്റ് ഇംപ്ലൈസ് X is equal to -5 and Y is equal to 0. Capital X -5 എന്ന് പറഞ്ഞാൽ that implies small letter x+1 is equal to -5. That implies x is equal to -6. Y-2 is equal to 0. That implies y is equal to 2. Therefore, the second focus of our given parabola F2 is -6, 2. Okay, next നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഡയറക്ട്രിക്സ്. ഡയറക്ട്രിക്സ് എന്താണ് ഫോർമുല? ഇത് ട്രാൻസ്വേഴ്സ് ഹൈപ്പർബോള ആയതുകൊണ്ട് ഡയറക്ട്രിക്സിൻ്റെ ഫോർമുല x is equal to a/e and x is equal to -a/e. അപ്പോൾ നമ്മുടെ ന്യൂലി ഇൻട്രൊഡ്യൂസ്ഡ് വെച്ചിട്ടാണ് നമ്മൾ ആദ്യമേ കണ്ടുപിടിക്കുന്നത്. സോ ക്യാപിറ്റൽ X is equal to a/e means എയുടെ വാല്യൂ 3 / 5/3, that is 9/5.
ആൻഡ് ക്യാപിറ്റൽ എക്സ് ഈസ് ഈക്വൽ ടു -9/5. ഇതാണ് ഡയറക്ട്രിക്സിൻ്റെ ഫോർമുല. ഇനി നമുക്കറിയാം ക്യാപിറ്റൽ എക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? എക്സ് പ്ലസ് വൺ. അപ്പോൾ കിട്ടിയത് എക്സ് പ്ലസ് വൺ ഈസ് ഈക്വൽ ടു 9/5 ആൻഡ് എക്സ് പ്ലസ് വൺ ഈസ് ഈക്വൽ ടു -9/5. ഓക്കെ, ഇനി അത് സിംപ്ലിഫൈ ചെയ്യുക. സിംപ്ലിഫൈ ചെയ്യുമ്പോൾ വി വിൽ ഗെറ്റ് സ്മോൾ ലെറ്റർ എക്സ് ഈസ് ഈക്വൽ ടു 9/5 മൈനസ് 1 ആൻഡ് small letter x is equal to -9/5 minus 1. Simplify ചെയ്യുമ്പോൾ x is equal to 4/5 and x is equal to -14/5. ഇത് രണ്ടുമാണ് നമ്മുടെ ബേസിക് ആയിട്ടുള്ള ഹൈപ്പർബോളയുടെ ഡയറക്ട്രിക്സ്. ഓക്കെ.